കേരള സീനിയർ സിറ്റിസൺഷിപ്പ് ഇടുക്കി ജില്ലാ കൂട്ടായ്മ മുതലക്കുടത്ത് നടന്നു. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വലിയൊരു സൗഹൃദ കൂട്ടായ്മ കുടുംബത്തെയാണ്. കേരള സീനിയർ സിറ്റിസൺഷിപ്പ് ഇടുക്കി ജില്ലാ കൂട്ടായ്മ മുതലക്കുടത്ത് സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസന്റെ തുടക്കം, അതായത് നമ്മുടെ ബഹുമാന്യായ രാജ്മറി സാറാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതിയാണ് ഈ സീനിയർ സിറ്റിസണിലേക്ക് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഈ ജനുവരി 25-ന് ശേഷമാണ് നമ്മുടെ ജില്ലാതലത്തിൽ ഉള്ള ഒരു കൂട്ടായ്മ കൊണ്ടുവന്നത്. നമ്മൾ എല്ലാ രീതിയിലും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ രാൻ സാറ്, അതിൽ നമ്മുടെ അഡ്മിന്മാര്, പിന്നെ ഇവിടെ ഇങ്ങനെ കൂടാനുള്ളൊരു യോഗം നമുക്ക് ഭാഗ്യമായിട്ട്, അതായത് നമ്മുടെ വിൻസെന്റ് സാറാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്, ചീഫ് അഡ്മിനാണ്. നമുക്ക് അഡ്മിൻസിൽ അഡ്മിൻ പാനലിൽ 7 പേരാണുള്ളത്. മറ്റുള്ളവർ പല ജില്ലകളിൽ നിന്നുള്ളവരാണ്, ബാക്കിയുള്ളവരെല്ലാം. എൻ്റെ പേര് രാജൻ പി വർഗീസ് എന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ ആദ്യത്തെ കൂട്ടായ്മയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനാണ്. അപ്പോൾ നമ്മുടെ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2023 നമ്മുടെ ഫേസ്ബുക്കിൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏകദേശം ഒരു 50,000-ഓളം മെമ്പേഴ്സ് നമുക്കുണ്ട്. ഈ 50,000-ഓളം മെമ്പേഴ്സ് ഉള്ളത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമാണ്. ഇവരെ എല്ലാം കൂടി ഒന്നിച്ച്, ഈ മെമ്പേഴ്സിന് നമ്മുടെ അംഗങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ഒന്ന് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു സൗകര്യപ്രദമല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഓരോ ജില്ലകളിലും നമ്മുടെ കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിന്റെ ഓരോ ഘടകം തുടങ്ങുകയും നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ 13 ജില്ലകളിലായിട്ട് ഇത് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. 13 ജില്ല എന്ന് പറയാൻ കാര്യം, വയനാട് ജില്ല, കാസർഗോഡ് ജില്ല നമ്മൾ കണ്ണൂരിലേക്ക് ചേർത്തിട്ടാണ് ഈ 14 എന്നുള്ളത് 13 ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു. പ്രത്യേകിച്ച് പല ജില്ലകളിലും വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടായ്മ ഏതാണ്ട് ഈ ഇടുക്കി ജില്ലയുടേതാണ് ഇപ്പോൾ ലാസ്റ്റ് നടക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും സൗഹൃദ കൂട്ടായ്മ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ കൂട്ടായ്മ അത് ഓരോ ഗ്രൂപ്പിന്റെയും സൗകര്യം അനുസരിച്ച് ഏത് രീതിയിൽ വേണമോ എന്ന് പ്ലാൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പല ജില്ലകളും 1 ഡേ പിക്നിക്ക് വേണമെന്ന് പറഞ്ഞു, അതിന് സൗകര്യമുണ്ട്. ഏറ്റവും നല്ല ഒരു ഉദാത്ത മാതൃക കൊല്ലം ജില്ല നമുക്കായി കാണിച്ചു തന്നു. അവര് കൊല്ലത്തുള്ള ഒരു ഗാന്ധി ഭവൻ സന്ദർശിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു നിശ്ചിത എമൗണ്ട് ഓരോ അംഗങ്ങളും എടുക്കുകയും അത് തരാൻ പറ്റാത്തവർ കഴിവുള്ളത് തരികയും എന്നാൽ കൂടുതൽ സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുക്കിയിട്ടുണ്ട്. അവര് 15-ാം തീയതിയാണ് അതിന് പോവുക. അപ്പോൾ ചില മെമ്പേഴ്സ് 10,000 രൂപയും അതിൽ കൂടുതലും 5,000-ൽ കൂടുതലും ഒക്കെ തരാൻ തയ്യാറായവരുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു എമൗണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പോയി ഗാന്ധി ഭവനിലെ അന്തേവാസികളോടൊപ്പം ഒരു ദിവസം കഴിയുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അത് വളരെ നല്ല ഒരു മാതൃകാപരമായ കാര്യമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. അവർക്കായിട്ട് താങ്ങും തണലുമായിട്ട് ഇപ്പൊ നമുക്ക് വാട്സാപ്പ് വഴിയും ഈ കൂട്ടായ്മ വഴിയുമാണ് ഇത് ചെയ്യാൻ പറ്റുക. ശേഷം നമ്മൾ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി വിപുലമായിട്ട് അർഹതപ്പെട്ടവർക്ക് സഹായം ചെയ്യുക, ഇതെല്ലാം നമ്മുടെ പദ്ധതിയിലുണ്ട്. ഗ്രൂപ്പ് ഇടുക്കി കേരള സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് ഇടുക്കി ജില്ലയുടെ പ്രഥമ സംഗമമാണിത്. ഞങ്ങളുടെ ഈ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങളുടെ ചീഫ് അഡ്മിൻ രാജൻ സാർ കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് തന്നെ ഓൾ കേരള ബേസിൽ സ്ഥാപിച്ചത്. 5,000-ഓളം മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇടുക്കി ജില്ലയിൽ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങൾ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 60 വയസ്സ് കഴിഞ്ഞവരുടെ കൂട്ടായ്മയാണ് ഇത്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള
എല്ലാവരും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരെയൊക്കെ ഒന്ന് പുഷ് ചെയ്യുക, അവരെ കൊണ്ടുവരിക, മുഖ്യധാരയിൽ കൊണ്ടുവരിക. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുക. 60 വയസ്സ് കഴിഞ്ഞ ഏത് കാറ്റഗറിയിലുടെയും, അതായത് വർഗ, വർണ്ണ, ജാതി, മതഭേദമില്ലാതെ ആർക്കും ഈ കൂട്ടായ്മയിലേക്ക് വരാം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഒരു തുടക്കമായിട്ട് തന്നെ ഇന്നത്തെ മീറ്റിംഗ് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ അംഗത്വ മെമ്പർഷിപ്പിന്റെ രീതികൾ അങ്ങനെ പ്രത്യേകിച്ച് അംഗത്വ മെമ്പർഷിപ്പ് രീതികൾ എന്ന് പറയാൻ ഞങ്ങൾ ഇത് ഫേസ്ബുക്കിൽ ആദ്യം രാജൻ സാറ് ഒരു പേജ് തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാം ഇത് വന്നത്. അങ്ങനെ അവരുടെ ID പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ, ക്രിമിനൽസ് അല്ലാത്തവരെ, അതാണ് ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ സെൽഫ് മോട്ടീവ്, അതായത് ഒരു എന്താ പറയുന്നത്, സ്വാർത്ഥതയുള്ളവരെയും നമ്മൾ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നില്ല. അല്ലാതെ ഉള്ള എല്ലാവരും, ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള എല്ലാവരും ഞങ്ങൾ പുരുഷ സ്ത്രീ ഭേദമന്യേ നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. മുതലക്കുടത്തു നിന്നും ശുഭകരമായ ഒരു വാർത്തയാണ്. സീനിയർ സിറ്റിസൺഷിപ്പ് ജനങ്ങളുടെ, അതായത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. സാധാരണ ഈ കൂട്ടായ്മയിൽ സത്യസന്ധമായി ജീവിക്കുന്ന വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ 60 വയസ്സ് കഴിഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ ആർക്കും ഈ കൂട്ടായ്മയിലൂടെ സമൂഹത്തിന് ഇനിയും വലിയ വലിയ സേവനങ്ങൾ ചെയ്യാനും അവനവരുടെ മാനസിക ഉല്ലാസത്തിനും വലിയ ഒരു കുടുംബ ബന്ധം പോലെ സംഘടിതമായിക്കൊണ്ട് സമൂഹത്തിന് നന്മകൾ ചൊരിയുന്ന ഈ സീനിയർ സിറ്റിസൺഷിപ്പ് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.